ഉർവശിക്ക് തുല്യം ഉർവശി മാത്രം. അതെ, സ്വയസിദ്ധമായ അഭിനയ ശൈലി കൊണ്ടും വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെയും മലയാളിയെ വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന നടി. ഇത്രയും അത്ഭുതകരമായ പെർഫോമൻസ് ഉള്ള നടിയെന്നാണ് ഡയറക്ടർ സത്യൻ അന്തിക്കാട് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണെന്ന് അവരുടെ സിനിമകൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. ബാലതാരമായി 10ാം വയസ്സിൽ കതിർ മണ്ഡപം സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി തുടങ്ങി എല്ലാ ഭാഷകളിലുമായി 700ഓളം സിനിമകളിൽ ഇതിനോടകം അഭിനയിച്ചു കഴിഞ്ഞു. ഏതുതരം കഥാപാത്രത്തെയും സ്വതസിദ്ധമായ ശൈലിയിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവരോളം കഴിവുള്ള നടിമാർ വിരളമാണെന്ന് തന്നെ പറയാം. പൊന്മുട്ടയിടുന്ന താറാവ് സിനിമയിലെ സ്നേഹലത, ആദ്യ സ്റ്റേറ്റ് അവാർഡിന് അർഹമാക്കിയ മഴവിൽ കാവടിയിലെ ആനന്ദവല്ലി, തലയണ മന്ത്രത്തിലെ കാഞ്ചന, ലാൽ സലാമിലെ അന്നമ്മ, വിഷ്ണുലോകത്തിലെ കസ്തൂരി, കാക്കത്തൊള്ളായിരത്തിലെ രേവതി, മിഥുനത്തിലെ സുലോചന, അച്ചുവിന്റെ അമ്മയിലെ വനജ തുടങ്ങി എണ്ണിയാൽ തീരാത്ത കഥാപാത്രങ്ങൾ. KPS ലളിത ഒരിക്കൽ പറഞ്ഞത്, കണ്ണടച്ചിട്ട് ഒരു നടിയെ ഓർക്കാൻ പറഞ്ഞാൽ ആദ്യം വരിക ഉർവശിയായിരിക്കുമെന്നാണ്. താരപരിവേഷങ്ങളോ വിശേഷണങ്ങളോ കൂടെ കൂട്ടാതെ മലയാളിയെ വിസ്മയിപ്പിക്കുന്നു നിങ്ങൾ. 1979 തുടങ്ങി തനിക്ക് പകരക്കാരിയില്ലെന്ന് ഓർമ്മിപ്പിച്ച് ഇന്നും ഉർവശി സജീവമായി സിനിമകൾ ചെയ്യുന്നു. ഉർവശി, പാർവതി തിരുവോത്ത് തുടങ്ങിയവർ പ്രധാന കഥാപാത്രമാകുന്ന ക്രിസ്റ്റോ ടോമിയുടെ ഉള്ളൊഴുക്കാണ് ഉർവശിയുടെ ഏറ്റവും പുതിയ സിനിമ. ഇനിയും ഞങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ പുതിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടി.